ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുതിര വെച്ചുള്ള 2 കറികളാണ്. ഒന്ന് മുതിര ഒഴിച്ചു കൂട്ടാനും പിന്നൊന്ന് മുതിര ബീട്രൂട്ട് തോരനുമാണ്. മുതിര കഴുകി വൃത്തിയാക്കി 6 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. ശേഷം നല്ലതുപോലെ വേവിച്ച് ഉടയ്ക്കുക. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പിനായിട്ട് തേങ്ങ, മുളക്, ജീരകം, വെളുത്തുള്ളി എന്നിവ ഒന്ന് അരച്ചെടുക്കണം. വേവിച്ചുടച്ചു വെച്ചിരിക്കുന്ന മുതിരയിൽ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എത്ര വെള്ളം വേണമോ അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച മുതിരയും നമ്മുടെ അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മറ്റൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുതിര മിക്സ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതീയിലിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാൻ ചെയ്യേണ്ടത്. കറി ചെറുതായിട്ടൊന്ന് തിളച്ചു പൊങ്ങിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ മുതിര ഒഴിച്ചു കൂട്ടാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാർ ചെയ്യാം. ഒരു ചെറിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. ഇത് ഉടയ്ക്കാത്ത വേവിച്ച മുതിരയാണ്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങയും വറ്റൽമുളകും ജീരകവും മാത്രമാണ്, വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വേവിക്കണം. അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. തോരനൊക്കെ ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.